എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ, പൂനെ. നമ്മൾ വീട്ടിലെ കുട്ടികളൊക്കെ ഉപദേശിക്കാറില്ലേ? മുതിർന്നവർ യുവതലമുറയെ, വളർന്നു വരുന്ന കുട്ടികളൊക്കെ ഉപദേശിക്കും. കാരണം നമുക്കൊരു തോന്നൽ മനസ്സിലുണ്ട്, നമുക്ക് അനുഭവ സമ്പത്ത് ഒരുപാടുണ്ട്, അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോഴത്തെ പുതിയ തലമുറ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്നൊരു തോന്നൽ കൂടി നമുക്കുണ്ട്. കാരണം നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെയുള്ള കാര്യങ്ങളായിട്ട് ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ നാം അവരെ പറ്റി ധരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ ആവാൻ സാധ്യതയില്ലേ? നാം പലപ്പോഴും ചിന്തിക്കുന്ന അവർ ചെയ്യുന്നത് ശരിയല്ല, ചിന്തിക്കുന്നില്ല, തെറ്റാണ്. പക്ഷേ അങ്ങനെ ഒരു അവസരം വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള പെരുമാറ്റങ്ങൾ പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഒരുപാട് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. ഒരുപാട് പഠിച്ച ആളുകളാണ്. അപ്പം അങ്ങനെ പഠിച്ച ആളുകളെ അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, ഇത് പ്രാക്ടിക്കലായിട്ട് അറിയില്ല. പക്ഷേ എഡ്യൂക്കേഷണൽ ലെവലിൽ ഒരുപാട് നമ്മളെക്കാട്ടും ഫോർവേഡാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ട ആ കാര്യങ്ങളല്ല, അതിൽ നിന്നും വളരെ വ്യത്യാസമായ കാര്യങ്ങൾ മുന്നോട്ട് സംഭവിച്ചു കഴിഞ്ഞു. നാം അവരെ മാറ്റാനും അവരെ പറഞ്ഞ് ശരിയാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. നാം പഴയ തലമുറയാണ്, മാറേണ്ടത് നമ്മളാണ്. ഒരു കാര്യം നമ്മളവർ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അച്ഛൻ എന്ന് പറയുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മമാർ പിന്നെയും വിട്ടുകൊടുക്കും, അച്ഛന്മാർ ഒരിക്കലും ചെയ്യാൻ സമ്മതിക്കില്ല. അവർക്ക് അവരിലൊരു വിശ്വാസം വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഒരു തവണ അവരെ വിട്ടുകൊടുക്കൂ, നഷ്ടങ്ങൾ വരട്ടെ, അനുഭവത്തിൽ നിന്നൊരു പഠിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും അച്ഛൻ പറഞ്ഞു കൊടുത്തത് അല്ലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കാര്യങ്ങളുണ്ട്, കുറച്ചുകൂടി എന്തൊക്കെയോ കാര്യമുണ്ട് അതിൽ, അതും ശ്രദ്ധിക്കാം. അപ്പോൾ അവരുടെ അനുഭവം കൂടി അവർക്കൊരു മുതൽക്കൂട്ടായി മാറും. അപ്പം നമ്മൾ മാത്രം ചെയ്യുന്നത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും യുവതലമുറയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അവർക്ക് അറിവുണ്ട്, ചെയ്യാനുള്ള ശാരീരികവും മാനസികമായ കഴിവുണ്ട്, പക്ഷെ നമ്മളവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ അവർക്ക് വിട്ടുകൊടുത്തിട്ട് നമുക്ക് പറയാം, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്, നിങ്ങളുടെ ഈ മാതൃകങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വിട്ടുകൊടുക്കാം. അല്ലാതെ കൂടുതൽ ഉപദേശിച്ച് ചെയ്യാൻ സമ്മതിക്കാതെ പിടിച്ചു നിർത്തിയാൽ അവർക്കൊരു തരം ഇറിറ്റേഷൻ വരും. അതിലൂടെ വെറുപ്പിലൂടെ അവർ പിന്നെയും മോശമായി പോകാൻ സാധ്യത. അപ്പോൾ അതിന് അവർക്ക് അവസരം